തൃശൂർ പൂരം കലക്കിയത് തിരുവമ്പാടി ദേവസ്വം എന്നാണ് ADGP MR അജിത് കുമാറിന്റെ റിപ്പോർട്ട്. പൂരം കലക്കാൻ തിരുവമ്പാടി ദേവസ്വം നേരത്തെ തീരുമാനിച്ചിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് പൂരം അട്ടിമറിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ ശ്രമിച്ചത് ഏത് പാർട്ടിയെന്ന് റിപ്പോർട്ടിൽ പരാമർശമില്ല. അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു. ആരോപണം നിഷേധിച്ച തിരുവമ്പാടി ദേവസ്വം CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. TV പ്രസാദ് നമുക്കൊപ്പം ചേരുന്നു. TV പ്രസാദ്, ആരാണ് പൂരം കലക്കിയത്? അത് അന്വേഷിക്കാനായി നിയോഗിച്ച സംഘം ആദ്യഘട്ടത്തിൽ അലംഭാവം കാട്ടുന്നു. പിന്നീടത് വിവാദമായ ശേഷം അന്വേഷണ റിപ്പോർട്ട് പൊടുന്നനെ സമർപ്പിക്കുകയാണ്. അത് മുഖ്യമന്ത്രിയുടെ കൈവശമെത്തുന്നു. എന്നാൽ അതിന്റെ ഉള്ളടക്കം പുറത്തേക്ക് വരുന്നില്ല. എന്നാൽ ഇപ്പോൾ ADGP MR അജിത് കുമാർ തന്നെ അതിന്റെ ഉള്ളടക്കം എന്തെന്ന് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ എന്തു വേണം മനസ്സിലാക്കാൻ? ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞ സംഭവമാണ് തൃശൂർ പൂരം കലക്കൽ എന്ന കാര്യം വ്യക്തമാവുകയാണ്. അതിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാകും എന്നുള്ളതാണ് MR അജിത് കുമാറിന്റെ അന്വേഷണ റിപ്പോർട്ടിലൂടെ എല്ലാവരും കരുതിയതെങ്കിൽ പക്ഷെ അത് ഉണ്ടായില്ല എന്നതാണ്. ആദ്യഘട്ടത്തിൽ റിപ്പോർട്ട് സമർപ്പിച്ചില്ല. പിന്നീട് വിവാദമുയർന്നതോടെ തട്ടിക്കൂട്ടിയ റിപ്പോർട്ടുണ്ടാക്കി. ആ റിപ്പോർട്ടാണെങ്കിൽ അബദ്ധജടിലവുമായിരുന്നു എന്നുള്ളതാണ് അതിപ്പോൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. വിവരാവകാശ നിയമപ്രകാരം പോലും എന്തുകൊണ്ടാണ് ആ റിപ്പോർട്ടിന്റെ പകർപ്പ് മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെയുള്ളവർക്ക് വിവരാവകാശപ്രകാരം തന്നില്ല എന്നതിന്റെ മറുപടിയാണ് ഈ റിപ്പോർട്ട് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. കാരണം അത്രത്തോളം പ്രശ്നമുണ്ടാക്കുന്ന രീതിയിലാണ് ഈ റിപ്പോർട്ടിലെ ഉള്ളടക്കങ്ങളെല്ലാം. കാരണം ഈ പൂരം അലങ്കോലമാവാനുള്ള പ്രധാനപ്പെട്ട കാരണം അത് തിരുവമ്പാടി ദേവസ്വമാണ് എന്നാണ് MR അജിത് കുമാറിന്റെ കണ്ടുപിടുത്തം. മാത്രമല്ല, തിരുവമ്പാടി ദേവസ്വത്തിന്റെ പ്രധാനപ്പെട്ട ഭാരവാഹികളുടെ എല്ലാവരുടെയും പേര് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടിൽ അത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി, വോട്ടിന് വേണ്ടി ചെയ്ത ഒരു അട്ടിമറിയാണ് എന്ന് റിപ്പോർട്ടിൽ വിശദീകരിക്കുകയാണ്. അതോടൊപ്പം തന്നെ സുജിയ, നമ്മുടെ മുന്നിൽ കണ്ട ഒരുപാട് ദൃശ്യങ്ങളുണ്ട്. അവിടുത്തെ കമ്മീഷണർ അത് തടയുന്നത്, അവരോട് ബഹളം വയ്ക്കുന്നത്, ആ കാര്യങ്ങളൊന്നും ഈ റിപ്പോർട്ടിന്റെ ഭാഗമായി വന്നില്ല. അതായത് പോലീസിന് പൂർണ്ണമായി ക്ലീൻ ചിറ്റ് കൊടുത്തുകൊണ്ട് ഇത്രയും കാലം പൂരം നടത്തിക്കൊണ്ടുവരുന്ന ഈ തിരുവമ്പാടി ദേവസ്വത്തിന്റെ ആളുകളാണ് പ്രശ്നമുണ്ടാക്കിയത് എന്നുള്ള റിപ്പോർട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ റിപ്പോർട്ടാണ് സുജിയ വിവരാവകാശ നിയമപ്രകാരം പോലും നമുക്ക് ആർക്കും തരാതിരുന്നത്. അത് ഇന്ന് പുറത്തേക്ക് വരികയാണ് ഉണ്ടായത്. ഇന്നലെ ADGPക്ക് ക്ലീൻ ചിറ്റ് കൊടുക്കുന്ന ഒരു സമീപനമുണ്ടായി വിജിലൻസ് റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട്. അതിന്റെ കൂടി ഭാഗമായിട്ടായിരിക്കണം ഇന്ന് തന്നെ ഈ റിപ്പോർട്ട് പുറത്തേക്ക് വന്നത്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് സുജിയ, ഇങ്ങനെ തൃശൂർ പൂരത്തിൽ എന്താണ് അന്ന് യഥാർത്ഥത്തിൽ നടന്നത് എന്ന് ഈ റിപ്പോർട്ട് പരിശോധിക്കുന്ന ആർക്കും മനസ്സിലാകില്ല. അതിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് പറയുന്നു, അട്ടിമറിക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷെ ഒരു വ്യക്തതയിലേക്ക് പോയില്ല. അതുകൊണ്ട് എന്നുള്ളത് നാട്ടിൽ എല്ലാവർക്കും വ്യക്തമാണ്. TV പ്രസാദ്, ആ കലക്കം ഉണ്ടായി എന്നുള്ളത് ADGPക്കും അന്വേഷണം നടത്തിയപ്പോൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ആ കലക്കിയവർ ആരാണ് എന്ന് ഈ റിപ്പോർട്ടിൽ പറയുമ്പോൾ അത് അതേപടി അംഗീകരിക്കാൻ അവർ തയ്യാറാകുമോ എന്നതാണ് ഇനിയുള്ള ചോദ്യം.